അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബ് 27 ആയത്ത് വരെയാണ് പഠിച്ചത്. ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സാബ് യുദ്ധത്തിൻ്റെ, ഖന്തഖ് യുദ്ധത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അള്ളാഹു വിശദീകരിക്കുകയുണ്ടായി. മുനാഫിക്കുകളുടെ നിലപാട്, അവരുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ നിലപാട് എന്തായിരുന്നു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഖന്തഖ് യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ ബനൂ ഖുറൈദക്കാരുടെയും അത്തരത്തിൽ ആ മദീന ഉപേക്ഷിച്ചു പോയ മറ്റ് ശത്രുക്കളുടെ എല്ലാം ഭൂമിയും സമ്പത്തുമെല്ലാം മുസ്ലിമീങ്ങൾക്ക് ഗനീമത്തായിക്കൊണ്ട് അനന്തരമായി അവസരമുണ്ടായല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരുപാട് പണം വന്നിട്ടുണ്ടാകും എന്ന് കരുതി പ്രവാചക പത്നിമാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രവാചകരെ, നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ പ്രവാചകരെ താങ്കൾക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്നുകൂടെ ഒന്ന് സുഖകരമാക്കാൻ വേണ്ട ജീവിത വിഭവങ്ങൾ, നമുക്ക് വേലക്കാരെയും അതുപോലെയുള്ള നല്ല നല്ല ഭക്ഷണവും താമസവും തുടങ്ങി ഭൗതികമായ ചില സുഖസൗകര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് പ്രവാചകൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ടാക്കി. തൻ്റെ പത്നിമാരിൽ ഇത്തരത്തിൽ ഭൗതികതയോടുള്ള ഈ ഒരു ആഗ്രഹം ജനിച്ചത് പ്രവാചകന് ഒരല്പം വേദന ഉണ്ടാക്കി. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരായത്താണ് ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിക്കൊണ്ട് നമുക്ക് ആയത്ത് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. يا أيها النبي قل لأزواجك إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഖുൽ, താങ്കൾ പറയുക, ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയുക, ഇൻ കുന്തുന്ന തുരിദുനൽ ഹയാത്തദ് ദുന്യ, നിങ്ങൾ ഭൗതിക ലോകമാണ്, ദുനിയവിയായ ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, വസീനതഹ, ആ ദുനിയാവിലെ വിഭവങ്ങൾ, അവിടുത്തെ അലങ്കാരങ്ങൾ, വേലക്കാരികളും അതുപോലെ തന്നെ മറ്റ് ഭൗതിക സുഖങ്ങൾ, ഭക്ഷണങ്ങളും പാർപ്പിടങ്ങളും തുടങ്ങി ഭൗതിക ലോകത്തെ സുഖങ്ങളും അവിടുത്തെ അലങ്കാരങ്ങളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫതആലൈന, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കടന്നു വരൂ, ഉമത്തിഅകുന്ന, നിങ്ങൾക്കുള്ള ജീവിത വിഭവം ഞാൻ നിങ്ങൾക്ക് തരാം. അല്ല എന്നുണ്ടെങ്കിൽ ഉമത്തിഅകുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയെ ത്വലാഖ് ചെയ്യുമ്പോൾ ആ ഭാര്യയ്ക്ക് നമ്മൾ ഒരു ചിലവ്, അതായത് അറബി ഭാഷയിൽ മുത്അ കൊടുക്കണം എന്ന് ഒരു നിയമമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മുത്അ തന്നുകൊണ്ട് ഉസർരിഹ്കുന്ന സറാഹൻ ജമീല, വളരെ ഭംഗിയായിക്കൊണ്ട് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടാം. അതായത് പ്രവാചക പത്നിയായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭൗതിക ലോകത്തെ ആ ഒരു ഇടുക്കത്തിൽ നിന്നെല്ലാം മോചനം തന്നുകൊണ്ട് ഞാൻ തലാഖ് ചെയ്ത് നിങ്ങളെ പറഞ്ഞു വിട്ടേക്കാം, അതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ അള്ളാഹു പറയുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിക്കൊണ്ട് പ്രവാചകനോട് പറയാൻ പറയുകയാണ്, വ ഇൻ കുന്തുന്ന, ഇനിയല്ല നിങ്ങൾക്ക് വേണ്ടത്, തുരിദിൻ അല്ലാഹ വ റസൂലഹു വദ്ദാറൽ ആഖിറ, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും പരലോക ജീവിതവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഫ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അഅദ്ദ, തയ്യാറാക്കി വച്ചിട്ടുണ്ട്, ലിൽ മുഹ്സിനാതി മിൻകുന്ന, നിങ്ങളിൽപ്പെട്ട സുഹൃതം ചെയ്യുന്ന
ആളുകൾക്ക്, സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് അജ്റൻ അസീമ, അമ്പിച്ച പ്രതിഫലം അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകനോട് പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാരാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഖുറൈശികളായ ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ, ഉമ്മു ഹബീബ, സൗദ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹുന്ന. അതുപോലെ തന്നെ അസദ് ഗോത്രക്കാരിയായ സൈനബ് ബിൻ ജഹ്ഷ് അൽ അസദിയ, മൈമൂന അൽ ഹിലാലിയ, ഹിലാൽ ഗോത്രക്കാരിയായ മൈമൂന റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ നദീർ ഗോത്രക്കാരിയായ സഫിയ അൽ ഖൈബരിയ, അതുപോലെ തന്നെ ജുവൈരിയ അൽ മുസ്തലഖിയ. ഇത്തരത്തിൽ 9 ഭാര്യമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ഈ ആയത്ത് ഇറങ്ങാൻ നിദാനമായൊരു ഹദീസ് കൂടെ നമ്മളിതിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് പുറത്ത് ഒരൽപ്പം ആൾക്കൂട്ടം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിനകത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിലിൻ്റെ അടുത്ത് വന്നു പ്രവാചകനോട് സമ്മതം ചോദിച്ചു അകത്തേക്ക് കയറാൻ വേണ്ടി. ആർക്കും പ്രവാചകൻ അനുവാദം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനും പ്രവാചകൻ അനുവാദം കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണുന്ന കാഴ്ച, പ്രവാചകൻ്റെ പത്നിമാർ പ്രവാചകൻ്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മിണ്ടാതെ ഒരൽപ്പം സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുന്ന ഒരു രംഗവുമാണ് ഇവർ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കാണുകയുണ്ടായത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ ചിരിപ്പിക്കാനെന്നോണം ഒരു തമാശ പറയുകയും എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചിരിക്കുകയും എന്നിട്ട് ഈ ഭാര്യമാർ പ്രവാചകനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും പ്രവാചകൻ അവിടെ പറയുകയുണ്ടായി. ഇവർ എന്നോട് ഇത്തരത്തിൽ ദുനിയാവിൻ്റെ വിഭവങ്ങൾ, സീനത്തുകൾ ചോദിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും, അവരുടെ രണ്ടുപേരുടെയും ഓരോ പെൺമക്കളായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുണ്ടല്ലോ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയിലേക്കും പോയി അവരെ ഒന്ന് അടിക്കാനൊങ്ങിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവരോട് ശക്തമായ ഭാഷയിൽ അവർ ചോദിച്ചു, നിങ്ങൾ പ്രവാചകൻ്റെ കയ്യിലില്ലാത്തത് ചോദിച്ച് പ്രവാചകനെ പ്രയാസപ്പെടുത്തുകയാണോ എന്നുള്ള തരത്തിൽ അവർ സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ഒരായത്തിറക്കുന്നത്. നിങ്ങൾക്ക് ദുനിയാവും അതിലെ വിഭവങ്ങളുമാണ് വേണ്ടത് എങ്കിൽ ഞാൻ നിങ്ങളെ ത്വലാക്ക് ചൊല്ലി പറഞ്ഞുവിടാം. ഇനിയല്ല, പ്രവാചകൻ്റെ പത്നിയായി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ചു മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സുഹൃതം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ പ്രവാചകൻ്റെ പത്നിമാരാണ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രതിഫലമെല്ലാം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാഹു ഒരു ഓഫർ കൊടുക്കുന്ന, അതായത് 2 ഓപ്ഷൻ അവർക്ക് തിരഞ്ഞെടുക്കാൻ കൊടുക്കുന്ന ഈ ഒരു ആയത്ത് അള്ളാഹു ഇറക്കുകയുണ്ടായി. ഇവിടെ നമുക്കറിയാം 2 ഓപ്ഷനുകൾ ഇങ്ങനെ ഭാര്യമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തിന് ആയത്തു തഖീർ എന്നും പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് തഖീർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഇതിൽ 2-1 തിരഞ്ഞെടുത്തോളൂ എന്ന് പറയുന്ന ഒരവസ്ഥക്കാണ് തഖീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആയത്തിന് ആയത്തു തഖീർ എന്നും വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോയി. ആയിഷ ബീവിയോടാണ് ഈ ആയത്ത് ആദ്യമായി പാരായണം ചെയ്യുന്നത്. ആയിഷ, ഞാനൊരു കാര്യം പറയാം, നീ തിരക്കിട്ട് ഉത്തരം പറയണമെന്നില്ല, ഒന്ന് വാപ്പയോടും ഉമ്മയോടൊക്കെ ആലോചിച്ച് സംസാരിച്ച് ഷൂറ ചെയ്ത് നീ ഒരു ഉത്തരം പറയണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊണ്ട് ഈ ആയത്തങ്ങ് ഓതുകയാണ്. ദുനിയാവും അതിലെ വിഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തലാക്ക് ചൊല്ലി പറഞ്ഞേക്കാം, ഇനിയല്ല ക്ഷമയോടുകൂടി പ്രവാചക പത്നിമാരെന്നുള്ള നിലയിൽ അവരുടെ ആ സ്ഥാനത്തിനും ആ ഒരു മക്കാനത്തിനുമൊന്നും യോജിച്ചതല്ല ഇത്തരത്തിൽ ദുനിയാവിനോടുള്ളൊരാഗ്രഹം അവരുടെ മനസ്സിൽ ജനിക്കുക എന്നുള്ളത്. മറിച്ച് അവർക്ക് അതിലും വലിയ ഒരുപാട് ദൗത്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് ചോദിച്ചു, പ്രവാചകരെ, താങ്കളുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഷൂറ ചെയ്യുകയോ അങ്ങനെ ഒരു ചിന്ത പോലും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും പ്രവാചകരെ താങ്കളെയും
പരലോകത്തെയും മാത്രമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് പറയുകയാണ്. മാത്രമല്ല ബാക്കി എല്ലാ ഭാര്യമാരും ഈ ഒരു ആയത്ത് കേട്ട ഉടനെ അള്ളാഹുവിനെയും പ്രവാചകനെയുമാണ് തിരഞ്ഞെടുത്തു എന്നുള്ളത് അൽഹംദുലില്ലാ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഈ ഒരു സംഭവം മനസ്സിലാക്കണം, സ്വാഭാവികമായി ഒരു മനുഷ്യപ്രകൃതിയിലുണ്ടാകുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു തേട്ടം മാത്രമാണ് അവർ ചോദിച്ചത്. അവർ മനുഷ്യരാണ്, അവർ യാതൊരു കോട്ടങ്ങളും ഇല്ലാത്ത മലക്കുകളോ മറ്റോ അല്ലല്ലോ. പക്ഷെ ആ ഒരു ന്യൂനതയിൽ നിന്ന് ഉടലെടുത്ത ചോദ്യമാണ്. പക്ഷെ ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ ഉപദേശം വന്നപ്പോൾ അവർ ഉടനെ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവർ അങ്ങനെ പ്രവർത്തിച്ചത് കാരണത്താൽ, ആ ഒരു ചോദ്യം കാരണത്താൽ ഒരുപാട് നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സ്ത്രീകൾ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളും വിധിവിലക്കുകളും ഇറക്കാൻ അവരുടെ ഈ ഒരു പ്രവർത്തനം കാരണമായി. ഒരുപാട് പാഠങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാൻ ഈ ഒരു പ്രവർത്തനം കാരണമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പ്രവാചകൻ്റെ ഭാര്യമാരോടായി ചില കൽപ്പനകളാണ് പിന്നീട് പറയുന്നത്. നമുക്ക് ആയത്തുനിന്ന് പാരായണം ചെയ്ത് നോക്കാം. യാ നിസാ അൻ-നബിയ്യി മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിനത്തിൻ യുദാഅഫ് ലഹൽ അദാബു ളിഅഫൈൻ വകാന ദാലിക അലല്ലാഹി യസീറാ ومن يقنط منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പ്രവാചക പത്നിമാരെ വിളിച്ചുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ ഇങ്ങനെ നൽകുകയാണ്. ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ നിസാ അൻ നബി, പ്രവാചകൻ്റെ പത്നിമാരെ, മൈ യഅതി മിൻകുന്ന, നിങ്ങളിൽ ആരെങ്കിലും വന്നാൽ, അതായത് നിങ്ങളിൽ ആരെങ്കിലും ബിഫാഹിഷത്തിൻ മുബയ്യിനത്തിൻ, വ്യക്തമായ വല്ല നീചവൃത്തികളുമായിക്കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും വന്നാൽ, അതായത് നിങ്ങളാരെങ്കിലും ഒരു മോശത്തരം, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ മ്ലേച്ഛകരമായ നീചകൃത്യങ്ങൾ എന്തുണ്ടെങ്കിലും അതിന് ഫാഹിഷത്ത് എന്ന് പ്രയോഗിക്കപ്പെടും. പക്ഷേ അധികവും ഖുർആനിൽ ഉടനീളം ഫാഹിഷത്ത് അധിക സ്ഥലങ്ങളിലും വ്യഭിചാരത്തെ ഉദ്ദേശിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സംസാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു പുറമെയുള്ള ഏത് തരം വൻപാപങ്ങളുണ്ടെങ്കിലും അതിനെ ഫാഹിഷത്ത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു, പ്രവാചക പത്നിമാരെ, നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലൊരു മ്ലേച്ഛവൃത്തികൾ, മോശം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് യുദാഅഫ് ലഹൽ അദാബു ളിഅഫൈൻ, യുദാഅഫ് ഇരട്ടിയാക്കപ്പെടുന്നതാണ്, ലഹ അവൾക്ക്, ആ ഒരു മോശത്തരം കാട്ടിയവൾക്ക്, അൽ അദാബു ളിഅഫൈൻ, ശിക്ഷ ബാക്കിയുള്ളവരെക്കാൾ ഇരട്ടിയായിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും പ്രവാചകൻ്റെ പത്നിമാർ ഒരിക്കലും അത്തരത്തിൽ വ്യഭിചാരം പോലെയുള്ള, ഒരിക്കലും അത്തരത്തിൽ ഒരു വളരെയധികം നീചമായൊരു കൃത്യം ചെയ്യും എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് പ്രവാചക പത്നിമാർ ഒരിക്കലും, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാരാണെങ്കിലും അവരുടെ പത്നിമാരൊരിക്കലും ഇത്തരത്തിലുള്ള നീചവൃത്തികൾ, വ്യഭിചാരം പോലെയുള്ള വലിയ വലിയ നീചവൃത്തികൾ ചെയ്യുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ അങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു തൻ്റെ പ്രവാചകന്മാർക്ക് വേണ്ടി ഭാര്യയായി തിരഞ്ഞെടുത്തു കൊടുക്കുകയില്ല. അപ്പോൾ ഇവിടെ ഇത്ര വലിയ നീചവൃത്തികൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞത് ആ ഒരു പ്രവൃത്തിയുടെ, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാണ് എന്ത് പറയുന്നത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, പ്രവാചകരെ താങ്കളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും താങ്കളുടെ അമലുകൾ മുഴുവൻ ഞാൻ ബാത്തിലാക്കി കളയുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അമലുകൾ മുഴുവൻ ബാത്തിലായി പോകുന്നതാണ്. അത് പ്രവാചകൻ ശിർക്ക് ചെയ്യുമെന്നതുകൊണ്ടാണോ? അള്ളാഹുവിൻ്റെ റിസാലത്ത് എത്തിക്കാൻ വന്ന ഒരു പ്രവാചകൻ ശിർക്ക് ചെയ്യുക എന്നുള്ളത് സംഭവ്യമല്ലല്ലോ. അപ്പോൾ പക്ഷേ അവിടെ ആ ഒരു ശിർക്കിൻ്റെ ഗൗരവം, അതിന് പ്രവാചകൻ ചെയ്യുകയാണെങ്കിൽ പോലും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കാൻ വേണ്ടി വന്നതുപോലെയാണ് ഇവരോട് ഇത്തരത്തിലുള്ള വലിയ നീചവൃത്തികൾ അവരിൽ നിന്നുണ്ടാവുകയില്ലെങ്കിലും ഒരു താക്കീതെന്നോണം അള്ളാഹു പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിൽ മ്ലേച്ഛവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടിയായിട്ടായിരിക്കും ശിക്ഷ നൽകുക. വകാന ദാലിക, തീർച്ചയായും അത്, അത്തരത്തിൽ ശിക്ഷ നൽകുക എന്നുള്ളത്, അലല്ലാഹി യസീറ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. കാരണം
പ്രവാചക പത്നിമാർ വരുന്ന ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് പോലെ ബാക്കി സ്ത്രീകളെ പോലെയല്ല. അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുന്ന പ്രവാചകനിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇറങ്ങുന്ന വീടുകളാണ് അവരുടെ വീടുകൾ. അവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് അള്ളാഹു ഈ മതത്തിൻ്റെ നിയമങ്ങൾ പലതും പ്രവാചകനിലേക്ക് ഇറക്കി കൊടുക്കുന്നത് തന്നെ. ഈ വിജ്ഞാനത്തിൻ്റെ, ഈ ഇസ്ലാമിക അറിവിൻ്റെ കേന്ദ്രമാണ് അവരുടെ വീടുകൾ, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നൊരു തെറ്റുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയല്ല, അത് അള്ളാഹുവിങ്കൽ വമ്പിച്ച ഗൗരവമുള്ളതായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ ഒരു പ്രവാചക പത്നിമാരിലേക്ക് നമുക്ക് തുലനപ്പെടുത്തിക്കൊണ്ട് അറിവുള്ള ആളുകൾ, അറിവും നാട്ടിൽ സ്ഥാനവും ഒക്കെയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആളുകൾ തെറ്റ് ചെയ്യുന്നത് പോലെയല്ല, ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ഒരു വീഴ്ച വരുന്നത് പോലെയല്ല അവരിൽ നിന്ന് വീഴ്ച വരിക, അവർ തിന്മകൾ ചെയ്യുക എന്നുള്ളത്. അതിനൊരല്പം ഗൗരവമേറെയാണ്. കാരണം അറിവുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ, മറ്റ് സ്ഥാനമാനങ്ങളുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന തിന്മകൾക്ക് അവരിൽ നിന്നുള്ള മോശം സ്വാധീനം നാട്ടിൽ മറ്റുള്ള ആളുകളിൽ വലിയ സ്വാധീനം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ചെലുത്തുന്നതാണ്. ആ തരത്തിൽ പ്രവാചകൻ്റെ പത്നിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം, നേരത്തെ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് എന്ന് പറഞ്ഞെങ്കിൽ കൂടി അവരിൽ നിന്ന് വല്ല തെറ്റുകളും വരുമ്പോൾ അതേപോലെ തന്നെ ഗൗരവമുള്ളതാണ് എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തെറ്റുകൾ ചെയ്യുന്നത്, മോശവൃത്തികൾ, തിന്മകൾ ആരിൽ നിന്ന് സംഭവിച്ചാലും അതിന് എത്ര ഇസ്ലാമിൽ സ്ഥാനമുള്ള ആളാണെങ്കിലും, മറ്റ് ചില മതങ്ങളിൽ പുരോഹിതന്മാർ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുപോലെ സ്ഥാനമാനങ്ങൾക്കും അയാളുടെ ഗോത്ര മഹിമക്കും ഒന്നും നോക്കിയിട്ടല്ല അള്ളാഹു ശിക്ഷ കൊടുക്കുന്നത്. തെറ്റ് ചെയ്താൽ അതിന് പ്രവാചകൻ്റെ ഭാര്യമാരാണെങ്കിൽ കൂടി, എത്ര വലിയ ആളുകളാണെങ്കിൽ കൂടി, പ്രവാചകൻ പറഞ്ഞതുപോലെ ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സരിഖത്ത് ലഖതഅതു യദഹ, ഫാത്തിമ ബീവിയാണ് കട്ടതെങ്കിൽ കൂടി എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ശിക്ഷ ലഘൂകരിക്കുകയില്ല, അവളുടെ കൈ ഞാൻ വെട്ടുമെന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനമാനങ്ങൾക്കോ മറ്റു ഗോത്രമഹിമക്കോ ഒന്നുമല്ല ഇസ്ലാമിൽ സ്ഥാനം. അള്ളാഹുവിൻ്റെ കൺമുന്നിൽ എല്ലാവരും ആ ഒരു നന്മ ചെയ്താൽ പ്രതിഫലം കൊടുക്കുന്ന കാര്യത്തിൽ, തിന്മ ചെയ്താൽ ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കൺമുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളതാണ് ഈ ഒരായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, വമൻ യഖ്നുതു മിൻകുന്ന, തെറ്റുകൾ ചെയ്താൽ വമ്പിച്ച ഗൗരവമാണ്, ഇരട്ടി ശിക്ഷ കിട്ടും എന്നല്ലാഹു പറഞ്ഞു. ഇനി നേരെ തിരിച്ച് നിങ്ങളിൽ ആരെങ്കിലും നല്ല രീതിയിൽ വിനയാന്വിതരായിക്കൊണ്ട് കഴിയുകയാണെങ്കിൽ, യഖ്നുത്ത് എന്ന് പറഞ്ഞാൽ ഖുനൂത്ത് എന്ന പദത്തിൽ നിന്നാണ് ആ ഒരു പദം വന്നിട്ടുള്ളത്. ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുകയും അതിലൊരു മുദാവമത്ത്, ആ ഒരു അള്ളാഹുവിനുള്ള അനുസരണയിൽ സ്ഥിരതയും കാത്തു സൂക്ഷിക്കുക. അങ്ങനെ നിരന്തരമായി അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ കീഴ്പ്പെടുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ, വമൻ യഖ്നുതു മിൻകുന്ന, നിങ്ങളിൽ കീഴ്പ്പെടുകയാണെങ്കിൽ, വിനയാന്വിതരാവുകയാണെങ്കിൽ, ലില്ലാഹി അള്ളാഹുവിന്, വ റസൂലിഹി അള്ളാഹുവിൻ്റെ പ്രവാചകന്, അവരുടെ കൽപ്പനകൾക്ക് നിങ്ങൾ കീഴൊതുങ്ങുകയാണെങ്കിൽ, വതഅമൽ സാലിഹൻ, എന്നിട്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നുഅ്തിഹാ അജ്റഹാ മറത്തൈൻ, നേരത്തെ ശിക്ഷ ഇരട്ടിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രവാചക പത്നിമാരെന്ന നിലയിൽ നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. നിങ്ങളങ്ങനെ നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 തവണ ഇരട്ടിയായിക്കൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. വഅഅ്തദ്നാ ലഹാ റിസ്ഖൻ കരീമ, അവൾക്ക് നാം മാന്യമായ ഉപജീവനം. ഇവിടെ സാന്ദർഭികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പട്ടിണിയും പ്രയാസവും ആ ഒരു ഭൗതിക ജീവിതത്തിൻ്റെ ഞെരുക്കവും ഒക്കെ കാരണമാണല്ലോ പ്രവാചകനോട് ഇവർ ഒരല്പം വിശാലത ചോദിച്ചത്, ഒരല്പം ഭൗതികമായ സുഖസൗകര്യങ്ങൾ ഒരല്പം കൂടി തരണമെന്ന് ചോദിച്ചത്. എന്നാൽ ആ ഒരു പ്രയാസങ്ങളിൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിന് പകരമായിക്കൊണ്ട് സ്വർഗത്തിലെ വിഭവങ്ങളാകുന്ന റിസ്ഖുൻ കരീം, മാന്യമായ ഉപജീവനം അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകുമെന്ന് സന്തോഷവാർത്തയും അള്ളാഹു ഉടനെ അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അഅ്തദ്ന എന്നാണ് പറഞ്ഞത്, അതായത് അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഒരു സന്തോഷവാർത്തയാണ്. ഇനി നിങ്ങൾ വരുമ്പോൾ ലഭിക്കും എന്നുള്ളതിനേക്കാൾ നിങ്ങൾക്കുള്ളത് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷവാർത്തയും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത ആയത്തുകളിൽ പ്രവാചക പത്നിമാരോട് സൂറത്തുൽ അഹ്സാബിൽ ഒരുപാട് മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ അധികവും പ്രവാചക പത്നിമാരെ വിളിച്ചിട്ടുള്ള അഭിസംബോധന രീതിയാണെങ്കിലും അത് എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിരുത്തേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലിം അലാ നബിയിനാ വ ഹബീബിനാ മുഹമ്മദ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.